തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. മാഹി സെന്റ് തെരേസ ബസിലിക്കയിൽ നിന്ന് മാറിപ്പോകുന്ന കോഴിക്കോട് രൂപതാ വികാരി ജനറലും മാഹി ബസിലിക്ക റക്ടറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജൻസൺ പുത്തൻവീട്ടിലിന് പുതുശ്ശേരി ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് വിൻസെന്റ് ഫെർണാണ്ടസ് അധ്യക്ഷനായി. ജനങ്ങളെ പള്ളിയായിട്ട് അടുപ്പിക്കുന്ന അച്ഛനാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ പെരുമാറ്റമാണ്. ആ പെരുമാറ്റത്തിൽ നാം അദ്ദേഹത്തോട് ആകൃഷ്ടനാവുന്നു എന്നുള്ളതാണ് ജൻസൺ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമായി കണ്ടപ്പോൾ തന്നെ വളരെ സൗഹൃദമായി സംസാരിക്കുകയും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ വിശദമായി സംസാരിക്കുകയും ഉണ്ടായി. അത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ദൈവികമായ ഒരു ജനനം അങ്ങനെ കൊടുക്കുന്നതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അദ്ദേഹം എവിടെയായാലും അങ്ങനെ ആയിരിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതിൽ തർക്കമില്ലാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. അത്തരത്തിലുള്ള ആളുകൾ താൽക്കാലികമായി പോകുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ചെറിയ ഒരു നൊമ്പരം ഉണ്ടാകും. എന്നിരുന്നാലും അച്ഛൻ്റെ നല്ല പ്രവർത്തനം തീർച്ചയായും ഇനിയും ഈ പള്ളിക്ക് ലഭ്യമാകട്ടെ എന്നാണ്. മാഹി പള്ളിയിൽ നടന്ന ചടങ്ങിൽ പുതുശ്ശേരി ലാറ്റിൻ കത്തലിക് അസോസിയേഷന്റെ ലോഗോ പ്രകാശനം മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ നിർവഹിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ജൻസൺ പുത്തൻവീട്ടിലിന് ഉപഹാരം നൽകി ആദരിച്ചു. മാഹി കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് MD തോമസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ, മാഹി ട്രേഡേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ഷാജി പിണക്കാട്, മാഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.